ചാലേ മാർക്കറ്റ് 12ാം നൂറ്റാണ്ടിൽ സ്യാനന്തൂര പുരാണ വർണ്ണന സമുച്ചയത്തിൽ പറയുന്നു ചാലേ മാർക്കറ്റിനെ പറ്റി. ആ ചാലേ മാർക്കറ്റിൻ്റെ നടുക്കൂടെ ഓടി വരുന്ന രാജവീഥി ഓടി വന്ന് പത്മനാഭനെ നമസ്കരിക്കുന്നു എന്ന്. അപ്പം അതിൻ്റെ അർത്ഥം ചാലയുടെ നടുക്കൂടെ ഒരു വീഥി ഉണ്ടായിരുന്നു. ചാല അന്നുണ്ടായിരുന്നു 12ാം നൂറ്റാണ്ട്. പിന്നെ ഓരോ കാലഘട്ടത്തിൽ ചാല വലുതായി വലിയൊരു വ്യവസായ കേന്ദ്രമായി. തിരുവനന്തപുരത്തുകാർക്കൊരു അഭിമാനമുണ്ട്, ചാലയിൽ പോയാൽ മുട്ടുതൂശി തൊട്ട് കൊമ്പനാന വരെ കിട്ടും എന്നാണ് തിരുവനന്തപുരത്തുകാർ അവകാശപ്പെടുന്നത്. ഒരു ആൻഡ് സോ മെനി ഡിഫറെൻ്റ് ആർട്ട് ഫോംസ് നമുക്കുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. മോഹിനിയാട്ടമാണെങ്കിലും കഥകളിയാണെങ്കിലും നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് തിരുവിതാംകൂറിൻ്റെ സ്വന്തം ആയിട്ടുള്ള കഥകളി ഫോമുണ്ട്. കപ്ലിങ്ങാട് സ്കൂളിൻ്റെ തെക്കൻ കഥകളി ശൈലി, അത് ധർമ്മരാജാവിൻ്റെ കാലത്ത് കപ്ലിങ്ങാട് നമ്പൂരിയുമായിട്ട് അത് ഉണ്ടാക്കിയതാണ്. 99 ആർട്ട് ഫോംസ് അമ്പലത്തിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്നു, അകത്തും പുറത്തുമായിട്ട്. നമുക്ക് ഒരുപാട് കൾച്ചറൽ ഹെറിറ്റേജ് വാസ് വെരി വെരി ഗ്രേറ്റ്. ആൻഡ് ഒരു ദന്തത്തിലുള്ള ഒരു വയലിൻ തഞ്ചാവൂർ നട്ടുവൻ വടിവേലുന് മഹാരാജ തിരുമനസ് കൊടുത്തു. അതെല്ലാം വളരെ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ പോയിട്ടുണ്ടെങ്കിൽ സൂ ആണ് തിരുവനന്തപുരം സൂ ആണ് ദ ബെസ്റ്റ് സൂ ഇൻ ഏഷ്യ ആയിരുന്നു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂർ ദ ബെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ഇന്ത്യ ആയിരുന്നു. ഗെയിം സാങ്ച്വറി അത് പക്ഷെ തിരുവനന്തപുരമല്ല, അത് വിട്ടുപോയി കഴിഞ്ഞു, അതുകൊണ്ട് അതിനെപ്പറ്റി പറയണ്ട. പിന്നെ ഈ ഒരു റോഡുണ്ട് തിരുവനന്തപുരം തൊട്ട് കന്യാകുമാരി വരെ പോകുന്ന ഫസ്റ്റ് സിമെൻറ്റ് റോഡ് ഇൻ ഇന്ത്യ, അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ടാറിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം വരുമ്പോൾ എത്ര മാത്രമാണ് നമുക്ക് സന്തോഷിക്കാനുള്ളത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ മ്യൂസിയത്തിൽ, ഈ സൂവിൻ്റെ അകത്തൊരു നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമുണ്ട്. നിങ്ങളവിടെ പോകുമ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോകണേ. അവിടെ ആദ്യത്തെ നിലയിൽ ഒരു വലിയ ഗ്ലാസ് കേസിൽ ഒരു വലിയ അസ്ഥിപഞ്ജരം, സ്കെലിട്ടൺ അവിടെ ഉണ്ട്. സ്വാതി തിരുനാളിൻ്റെ സഹോദരൻ ഉത്തരം തിരുനാൾക്ക് ഇംഗ്ലീഷ് മെഡിസിനിൽ വളരെ കമ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അനാറ്റമി പഠിക്കാനായിട്ട് ഉണ്ടാക്കിയ സ്കെലിട്ടൺ, അന്നൊരു ശവം തൊടാൻ പാടില്ല, അശുദ്ധമുണ്ട് ഇന്നും. അപ്പം അതുകൊണ്ട് ദന്തം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്കെലിട്ടനാണ്, ഫുൾ സൈസ് ദന്തം കൊണ്ട്. അതിപ്പോൾ അവിടെ ഉണ്ട്. One of the kings was very much interested in modern medicine. He wanted to learn anatomy. But because impurity is attached to touching a corpse, a skeleton of ivory was made. And that is displayed in the zoo even now. In those days, just imagine when it was done. It was so long ago. അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറഞ്ഞാൽ ശരിയാവുകയില്ല. നിങ്ങൾക്ക് മുഷിയും ഞങ്ങൾക്ക് മുഷിയും, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ തിരുവനന്തപുരം ആനന്ദത്തിൻ്റെ നാട്. ആ തിരുവനന്തപുരത്തുകാരായ നിങ്ങൾ അനുഗ്രഹീതരാണ്. ആ അനുഗ്രഹം നിങ്ങൾ ഒരുപാട് രീതിയിൽ കൊണ്ടുവരുന്നുണ്ട് നാട്ടിന് വേണ്ടി. NRI എന്ന് പറയുന്ന അവരുടെ കോൺട്രിബ്യൂഷൻസ് ടു ഇന്ത്യ, ടു കേരള, ടു തിരുവനന്തപുരം വളരെ വലുതാണ്. എൻഡോസൾഫാൻ വിക്ടിംസിന് കൊടുത്ത അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ നിങ്ങൾ, അതേ ഉള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇതേ വാചകം തന്നെ ഇന്ന് പറയാണ്, നിങ്ങൾ നാടിൻ്റെ അനുഗ്രഹമാണ്, അഭിമാനമാണ്, അന്തസ്സാണ്. എവിടെ പോയാലും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു തുടിപ്പ് തിരുവനന്തപുരം തന്നെ ആയിരിക്കും, അത് സംശയമില്ല. ആ സ്നേഹം നിങ്ങളെ തിരിച്ച് പെറ്റമ്മയിലൊക്കെ കൊണ്ടുവന്ന് കൂടുതൽ മനുഷ്യസേവ ചെയ്യാനായിട്ട് ശക്തരാക്കട്ടെ ഭഗവാനെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടെ ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെങ്കിലും അറിയിക്കുന്നു. ഇവിടെ വരുന്ന കുറച്ച് നേരം നിങ്ങളെ കാണാനും നിങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങാനും അതിനൊക്കെ മാത്രമല്ല, തിരുവനന്തപുരത്തുകാരെന്ന് എൻ്റെ മനസ്സും പറയുന്നു. പക്ഷെ അതിൻ്റെ അർത്ഥം തിരുവനന്തപുരത്തുകാരല്ലാത്തവരെ തള്ളി പറയുകയല്ല. തിരുവനന്തപുരത്തുകാരല്ലാത്തവരുണ്ട്, ഇവിടെ കോട്ടയത്തുകാരുണ്ട്, അങ്ങനെ ആലുവക്കാരുണ്ട്. എല്ലാവരും മലയാള മണ്ണിൻ്റെ ഓമന കുട്ടികളാണ്.
നിങ്ങളെ എല്ലാവരെയും ഏത് നാമത്തിൽ, ഏത് ഭാഷയിൽ, ഏത് രൂപത്തിൽ നിങ്ങൾ സങ്കല്പിക്കുന്നുവോ ആ ഭഗവാൻ, ആ സർവശക്തൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ശാന്തി ശാന്തി ശാന്തി. May well-being come to all on earth. Peace, peace, peace. തിരുവനന്തപുരത്തെക്കുറിച്ച് ഇത്ര മനോഹരമായി വർണ്ണിക്കാൻ തമ്പുരാട്ടിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ഭാഗ്യത്തിൻ്റെ സന്തതി മാത്രമല്ല, എളിമയുടെ നിറകുടം കൂടിയായ തമ്പുരാട്ടിക്ക് നന്ദി, നന്ദി, നന്ദി. ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി. ടീമിൻ്റെ സാംസ്കാരിക പുരസ്കാരം വാങ്ങാനായി വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ പ്രിയ താരം തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം സുരാജ് വെഞ്ഞാറമൂടിനെ ക്ഷണിക്കുന്നു. Ladies and gentlemen, here comes Mr. Suraj Venyaramood, accompanied by Joint Secretary Mr. Sudesh, Cultural Wing Convener Mr. Ashok, and Treasurer Mr. Krishna Kumar. ടീമിൻ്റെ സാംസ്കാരിക പുരസ്കാരം നൽകുന്നതിനായി തമ്പുരാട്ടിയോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീ സുരാജിനെ താൽക്കാലികമായി ഈ വേദിയിൽ നിന്ന് പോകാൻ നിങ്ങൾ അനുവദിക്കണം. പത്മതീർത്ഥം 2017 തിരശ്ശീല വീഴുന്നത് വരെ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികൾ ആസ്വദിക്കാനുള്ള ഭാഗ്യവും നമ്മൾക്കുണ്ടാകും. മറുപടി പ്രസംഗത്തിന് പോലും നിർത്താതെ ഇവിടം വിട്ടു പോകണമെന്ന് ഞാൻ അത്ര കുഴപ്പക്കാരനാണോ? അങ്ങനെയൊന്നും പറയില്ല ഏട്ടാ. താങ്ക് യു മിസ്റ്റർ സുരാജ്. Our ambassador has got some engagement, so he wants to leave. We express our sincere thanks to Ambassador Indramani Pandey and his wife. It's time to present a token of love to our guest, Mr. Ravi Shankar. Apart from music, Mr. Ravi Shankar has recorded several albums, concerts, and other musical programs. Currently, Mr. Ravi Shankar is anchoring Raindrops, a musical live entertainer in Kairali TV. May I request Her Highness Ashwati Tirunal Gauri Lakshmi Bai to hand over the team memento to Mr. Ravi Shankar. We would also like to invite Mr. Reggie Ramapuram, a new rising star in the Malayalam film industry, to receive team memento from Her Highness. ടീമിൻ്റെ ലേഡീസ് വിംഗ് കൺവീനർ മിസ്സിസ് മിനി സുരേഷിനെ ലേഡീസ് വിംഗ് പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. Good evening. The President,
His Excellency, Her Highness, honored guests, colleagues, friends, ladies and gentlemen. Thank you, Deepthi, for the kind introduction. I would like to welcome you all, as well thank all our sponsors and well-wishers for their contribution for hosting Padma Tirtham 2017 team's 5th anniversary. The Ladies Wing of Trivandrum Association plays an important role like pinch of salt in a cup of soup, wherein we are ensuring that it is the right quantity and mixed properly to reach the complete soup. Similarly, we are concentrating on varied aspects of women's life like health, beauty, cooking, last but not the least, keeping them motivated through motivational and personality development workshops. It's an immense honor and privilege to be standing here tonight is the culmination of what I'm sure has been a challenging and hopefully also a very rewarding experience. We, the team members, feeling a great range of emotions, relief that we have made it, pride in our abilities, a sense of reward in the recognition of our team. Thanks to everyone for the support given to me to guide and conduct the workshop throughout the year, especially to my dear ladies and committee members. Thank you once again. Thank you, Mrs. Mini. We are so happy to announce that we are going to launch our official team website. I would like to invite the website designer, Mr. Mohandas, to please come on to the stage. May I request Her Highness Ashwati Tirunal Gauri Lakshmi Bai to do the honors. Please visit our site www.teamoman.in. കുട്ടികളിലെ സാഹിത്യവാസന പ്രോത്സാഹിപ്പിക്കുന്നതിനായി ടീം ചിൽഡ്രൻസ് വിങ് രൂപം കൊടുത്ത തൂലിക എന്ന കയ്യെഴുത്തു മാഗസിൻ്റെ ഈ അവസരത്തിൽ തമ്പുരാട്ടി പ്രകാശനം ചെയ്യുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. May I request Her Highness Ashwati Tirunal Gauri Lakshmi Bai to release our children's magazine, Thuliga, and to hand over the magazine to Children's Wing convener, Mrs. Deepthi Jayashankar. It's time to felicitate various leaders who have excelled and set examples in their own fields. First and foremost, I would like to invite Mr. Georgis Yohanan, founder and chairman of Nadan Trading LLC, to receive Business Leadership Award from Her Highness Ashwati Tirunal Gauri Lakshmi Bai. Thank you, Mr. Georgis Yohanan. On behalf of team, I would like to invite the General Manager of Muscat Duty Free, Mr. Martin Mullen, to receive Best Retail Operator Award for the year 2016 from Her Highness Ashwati Tirunal Gauri Lakshmi Bai. Thank you, Mr. Martin Mullen. We would like to welcome the Managing Director of Suhul Alfaya Trading LLC and his brothers, Mr. Abdul Wahid, to receive the Business Achievement Award for the fast-growing business group from Her Highness.
Thank you, Mr. Abdul Wahid. We would like to welcome the Director of Apollo Hospitals, Muscat, Mr. Shyam Shailesh, to receive Emerging Business and Entrepreneur Award from Her Highness Ashwati Tirunal Gauri Lakshmi Bai. Thank you, Mr. Shyam Shailesh. വിദ്യാഭ്യാസത്തിലും കലാ കായിക രംഗങ്ങളിലും ദേശീയ അന്തർദേശീയ തലത്തിൽ മികവ് പുലർത്തിയ ടീം അംഗങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അവാർഡുകൾ നൽകാൻ തമ്പുരാട്ടിയോട് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി ഇക്കഴിഞ്ഞ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ഗായത്രി ജിബുലാൽ. ഇംഗ്ലീഷ് ഒളിമ്പ്യാഡിലും സയൻസ് ഒളിമ്പ്യാഡിലും ഗോൾഡ് മെഡലുകൾ കരസ്ഥമാക്കിയ ഇഷ രാജേഷ്. സയൻസ് ഒളിമ്പ്യാഡിൽ ബ്രോൺസ് മെഡൽ നേടിയ നന്ദന മാധവ്. അണ്ടർ 17 ക്രിക്കറ്റ് ടീമിൽ ഒമാനെ പ്രതിനിധീകരിച്ച് ഇന്റർനാഷണൽ സ്കൂൾ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിൽ പങ്കെടുത്ത ഗോകുൽ ലാൽ. രാജ്യങ്ങളിലെ കുട്ടികൾ പങ്കെടുത്ത ഷൂബാർട്സ് ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ കാറ്റഗറി ഇ വിഭാഗത്തിൽ ബ്രോൺസ് മെഡലും സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കിയ ഐശ്വര്യ ജയശങ്കർ. Ladies and gentlemen, this brings us to the end of the felicitation ceremony. I request Team Secretary Mr. M.G. Gopakumar for the vote of thanks. His Excellency, നമ്മുടെ honorable guest, Princess of Travancore, Ashwati Tirunal Gauri Lakshmi Bai, നമുക്കേവർക്കും നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്ന നാഷണൽ അവാർഡ് വിന്നർ സിനി ആർട്ടിസ്റ്റ് മിസ്റ്റർ സുരാജ് വെഞ്ഞാറമൂട്, പ്ലേബാക്ക് സിംഗർ രവിശങ്കർ, പ്രസിഡന്റ് ഓഫ് ടീം മിസ്റ്റർ എസ് കൃഷ്ണയ്യർ, patron of team Mr. VMK Hakim, co-artist Mr. Reggie Ramapuram, our other guests, പ്രിയപ്പെട്ട മസ്കറ്റിലെ പ്രവാസി സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇവിടെ നടക്കാൻ പോകുന്ന ഒരു വെടിക്കെട്ടിൻ്റെ പൂരമാണ്. അതിനു ഇടയിൽ എന്തെങ്കിലും കുറച്ച് വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും
ടീമിനെ കുറിച്ച് 2 വാക്കുകൾ പറയുവാൻ നിങ്ങളോട് അനുവാദം ചോദിക്കുകയാണ്. 2011 ആരംഭിച്ച തിരുവനന്തപുരം പ്രവാസി കൂട്ടായ്മ അതിൻ്റെ 5ാം വർഷം കടന്നിരിക്കുകയാണ്. തുടക്കത്തിൽ ടീം വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്നു. പിന്നെ ഈ നാടിൻ്റെ ചില നിയമകാരണങ്ങളാൽ നമ്മുടെ പ്രവർത്തനം വളരെ സൈലൻ്റായിരുന്നു. ഈ അടുത്ത 2-3 വർഷങ്ങളായി വീണ്ടും ടീമിലേക്ക് ഒരുപാട് ആൾക്കാർ അംഗങ്ങളായി വരികയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. ടീമിൻ്റെ ഉദ്ദേശം ഒരു പ്രാദേശിക കൂട്ടായ്മയാണ്. നമുക്കറിയാം, പ്രവാസ ജീവിതം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഒരു പക്ഷേ അകന്നു പോകുന്ന അനുഭവങ്ങളാണ് നമ്മളിൽ പലർക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പ്രവാസ ജീവിതത്തിൽ പ്രാദേശിക തലത്തിൽ നമുക്ക് പരിചയപ്പെടുവാനും നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുവാനും സാധിച്ചാൽ തീർച്ചയായിട്ടും പ്രവാസ ജീവിതം കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തുമ്പോൾ അവിടെയും നമുക്കൊരു സൗഹൃദ കൂട്ടായ്മയുണ്ടാകും. അതിലൂടെ ഒരു പരിധിവരെ നമ്മുടെ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ ചെല്ലുമ്പോൾ ആരുമില്ല എന്നൊരു തോന്നലിന് ഒരു പരിധിവരെ സാധിക്കുമെന്ന് ടീം പ്രതീക്ഷിക്കുന്നു. മസ്കറ്റിനെ സംബന്ധിച്ച് ധാരാളം സാംസ്കാരിക സംഘടനകൾ ഉള്ള ഒരു സ്ഥലമാണ്, മറ്റ് ഗൾഫ് സ്ഥലങ്ങളെ പോലെ. പക്ഷേ ഇത് ഒരു സംഘടനകളോടും മത്സരിക്കുവാനല്ല, മറിച്ച് പ്രാദേശിക തലത്തിലുള്ള ഒരു നല്ല സൗഹൃദ കൂട്ടായ്മ നിലനിർത്തുക. അതിലൂടെ ആ പ്രാദേശിക തലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കുട്ടികളുടെ കലാവാസനകൾ, സാഹിത്യവാസനകൾ, കായിക വാസനകളൊക്കെ വളർത്തുവാൻ നമുക്ക് സാധിക്കുന്നത് ചെയ്യുക എന്നതാണ് ടീം ഉദ്ദേശിക്കുന്നത്. ടീമിലേക്ക് കൂടുതൽ തിരുവനന്തപുരം പ്രവാസികളായ കൂടുതൽ അംഗങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. തീർച്ചയായിട്ടും നാട്ടിൽ നമുക്ക് ഒരുമിച്ചൊരു സൗഹൃദ വേദി പങ്കിടാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ അവസരത്തിൽ എൻ്റെ ഉത്തരവാദിത്വം നന്ദി രേഖപ്പെടുത്തുക എന്നതാണ്. ആദ്യമായി ഇന്ത്യൻ അംബാസഡർ ഹിസ് എക്സലൻസി ഇന്ദ്രമണി പാണ്ഡ്യയ്ക്ക് എൻ്റെ പേരിലും ടീമിൻ്റെ പേരിലും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പത്മതീർത്ഥം 16 പുരസ്കാരം സ്വീകരിക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് ഏവർക്കും അഭിമാനിക്കാനിക്കുന്ന വളരെ സന്തോഷകരമായ ഒരു നിമിഷം തന്നെയാണിത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി നമ്മുടെ പത്മതീർത്ഥം പുരസ്കാരം സ്വീകരിച്ച പ്രിൻസസ് ഓഫ് ട്രാവൻകൂർ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിക്ക് എൻ്റെ പേരിലും ടീമിൻ്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സുരാജ് വഞ്ഞാറമൂട്, അദ്ദേഹം വളരെ തിരക്കിനിടയിലാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു പരിപാടിയെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ വരുവാനുള്ള ഒരു മനസ്സ് കാണിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നടക്കാൻ പോകുന്നേ ഉള്ളൂ. അദ്ദേഹത്തിനും എൻ്റെ പേരിലും ടീമിൻ്റെ പേരിലുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. മിസ്റ്റർ രവിശങ്കർ മസ്കറ്റിൽ എല്ലാവർക്കും അറിയുന്ന ഗായകനാണ്. അദ്ദേഹത്തിന് എൻ്റെ പേരിലും ടീമിൻ്റെ പേരിലുമുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് മിസ്റ്റർ റെജി രാമപുരം, അദ്ദേഹത്തിനും എൻ്റെ പേരിലും ടീമിൻ്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ പരിപാടി ഇത്രയധികം വിജയിപ്പിക്കുവാൻ ഞങ്ങളെ ഒരുപാട് സഹായിച്ച, സപ്പോർട്ട് ചെയ്ത നമ്മുടെ സ്പോൺസേഴ്സ് ഓരോരുത്തർക്കും എൻ്റെ പേരിലും ടീമിൻ്റെ പേരിലുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മസ്കറ്റിലെ എല്ലാ മലയാളികൾക്കും
എൻ്റെ പേരിലും ടീമിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ പേർക്കും 2017 ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആയുരാരോഗ്യത്തിൻ്റെയും ഒരു നല്ല വർഷമായി ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Mr. Gopakumar. Now that we have come to the end of our formal function, it's time to start our cultural programs. We now request all the dignitaries on the dais to please occupy their seats. Tonight, we would like to give you a glimpse of the talents of team. We request the audience to sit back, relax, and enjoy the show. Disclaimer, cheering and clapping would make the performance better, so you are advised to be generous with your appreciation. എല്ലാ പേരുടെയും സഹകരണം ആദ്യ അവസാനം വരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഓരോരുത്തർക്കും നല്ലൊരു സായം സന്ധ്യ ആശംസിക്കുന്നു. सर्वेषां स्वस्तिर्भवतु, सर्वेषां स्वस्तिर्भवतु, सर्वे